Assalamu alaikum. Welcome back to physics class. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ പഠിച്ചു. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ? എവറി ഓബ്ജെക്റ്റ് continues in its state of rest or of uniform motion along a straight line unless an unbalanced external force acts on it. This is Newton's first law of motion. നമ്മൾ ഒരു എക്സ്റ്റേണൽ അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കാത്തിടത്തോളം കാലം ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനിലോ അത് കണ്ടിന്യൂ ചെയ്യും. അതാണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഈ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷനിൽ നിന്ന് നമുക്ക് ഫോഴ്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്? ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷനോ ചേഞ്ച് വരുത്താൻ നമ്മൾ എന്ത് കൊടുക്കണം? ഒരു ഫോഴ്സ് കൊടുക്കണം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിനോ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലോ മാറ്റം വരുത്താൻ നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. ആൻഡ് ഓൾസോ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സ്പ്ലെയിൻസ് സം കോമൺ ടെൻഡൻസീസ് ഓഫ് ബോഡീസ് അറ്റ് റെസ്റ്റ് ആൻഡ് ഇൻ മോഷൻ. ഒരു റെസ്റ്റിലോ അല്ലെങ്കിൽ മോഷനിലോ ആയിരിക്കുന്ന ഒബ്ജക്ട്സിൻ്റെ കോമൺ ടെൻഡൻസിനെ കുറിച്ചിട്ട്, ഒരു പൊതുവായിട്ടുള്ളൊരു പ്രവണതയെ കുറിച്ചിട്ടും ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ത്രൂ സം ആക്ടിവിറ്റീസ്. ഇവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, നോക്കൂ. പ്ലേസ് എ ബോട്ടിൽ ഫിൽഡ് വിത്ത് വാട്ടർ ഓൺ എ തിക്ക് റഫ് പേപ്പർ ആസ് ഷോൺ ഇൻ ഫിഗർ. പുൾ ദ പേപ്പർ സഡൻലി ടു വൺ സൈഡ്. What do you observe? Listen here. ഇവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? When you pulled out the paper, the bottle tends to fall backward. നമ്മൾ ആ പേപ്പർ വലിച്ചപ്പോൾ ബോട്ടിൽ പിറകോട്ട് വീഴാൻ തുടങ്ങുന്നു. So here, before we pulled out the paper, the bottle was at rest. ബോട്ടിൽ റെസ്റ്റിലായിരുന്നു. Then due to the friction between the bottle and the paper, the bottle gained some motion. ആ ബോട്ടിലിൻ്റെ അടിഭാഗം നമ്മൾ വലിക്കുമ്പോൾ ആ ഫ്രിക്ഷൻ മൂലം അതിന് ഒരു ചലനാവസ്ഥ കൈവരുന്നു. അപ്പോൾ ആ സമയത്തും അതിൻ്റെ മുകൾ ഭാഗം സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തുടരാനാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ വലിക്കുമ്പോൾ അത് പിറകോട്ട് വീഴാൻ തുടങ്ങുന്നത്. ബോട്ടിലിൻ്റെ അടിഭാഗം മാത്രം അതിനൊരു സ്റ്റേറ്റ് ഓഫ് മോഷൻ എന്നുള്ള ഒരു സ്റ്റേറ്റിൽ വരുന്നുണ്ട്. ബട്ട് അതിൻ്റെ ടോപ്പ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ് അപ്പോഴും ഇരിക്കുന്നത്. സോ ഇറ്റ് ടെൻഡ്സ് ടു ഫോൾ ഫോർവേഡ്. ആൻഡ് ദിസ് ടെൻഡൻസി ഈസ് നോൺ ആസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഒബ്ജക്ട്സിൻ്റെ ഈ ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. So what is inertia of rest? It is the tendency of a body to remain at rest or its inability to change its state of rest itself. ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ആ ടെൻഡൻസിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റിന് അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മാറുന്നതിനായിട്ടുള്ള ഒരു കഴിവില്ലായ്മ, സ്വയം അതിന് ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ നിന്ന് മാറാനുള്ള കഴിവില്ലായ്മയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് എ ബോഡി ടു റിമൈൻ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഇറ്റ്സ് ഇനബിലിറ്റി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ബൈ ഇറ്റ് സെൽഫ്. ഡു മൂവിങ് ഒബ്ജക്ട്സ് ഓൾസോ ഹാവ് സച്ച് ടെൻഡൻസീസ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ആ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. വാട്ട് അബൌട്ട് ദ മൂവിങ് ഒബ്ജക്ട്സ്? ഡസ് ഇറ്റ് ഹാവ് ടെൻഡൻസി ടു റിമൈൻ ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് മോഷൻ? പ്ലേസ് ദ ബോട്ടിൽ യൂസ്ഡ് ഇൻ ദ അബവ് എക്സ്പെരിമെൻറ്റ് ഓൺ എ തിക്ക് പേപ്പർ വിത്ത് റഫ് സർഫേസ്. ബ്രിങ് ദ ബോട്ടിൽ ഇൻ ടു മോഷൻ ബൈ പുള്ളിങ് ദ പേപ്പർ സ്ലോലി. Gradually increase the speed of pulling. Stop pulling when the bottle gains certain speed.
അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത ആ ബോട്ടിൽ തന്നെ എന്ത് ചെയ്യാം, ഒരു റഫ് പേപ്പറിൽ വെച്ചിട്ട് അതിനെ മെല്ലെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഈ പേപ്പർ വലിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം എന്തും മൂവ് ചെയ്യും, ഈ ബോട്ടിൽ മൂവ് ചെയ്യും അല്ലേ. അപ്പോൾ ഈ ബോട്ടിലിനെ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്ന സ്പീഡൊന്ന് കൂട്ടുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ എന്താ നിങ്ങൾ കണ്ടത്, നമ്മൾ ആ പേപ്പർ ആദ്യം കുറച്ച് സമയം വലിച്ചു അല്ലേ, എന്നിട്ട് നമ്മളത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഈ ബോട്ടിൽ മുന്നിലേക്ക് വീണു. എന്തുകൊണ്ടാണ് ഇങ്ങനെ അത് മുന്നിലേക്ക് വീണത്? ഫസ്റ്റ് നമ്മൾ ആ പേപ്പർ വലിക്കുമ്പോൾ അതിനെന്ത് ചെയ്തു, ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിലായി. ആ ബോട്ടിൽ ഒരു സ്റ്റേറ്റ് ഓഫ് മോഷനിലായി. സ്റ്റേറ്റ് ഓഫ് മോഷനിൽ നമ്മളിങ്ങനെ വലിച്ചിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ബോട്ടിലിൻ്റെ അടിഭാഗം സ്റ്റോപ്പായി അല്ലേ. നമ്മൾ പേപ്പർ വലിക്കുന്നത് സ്റ്റോപ്പാക്കിയപ്പോൾ ആ ബോട്ടിലിൻ്റെ അടിഭാഗവും സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ വന്നു. സോ അതിൻ്റെ മുകൾ ഭാഗം ഇപ്പോഴും അതിന് സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വലിക്കൽ നിർത്തിയപ്പോൾ പെട്ടെന്നത് മുന്നോട്ട് വീണത്. ദ ബോട്ടം ഓഫ് ദി ബോട്ടിൽ കംസ് ടു റെസ്റ്റ് ബിക്കോസ് ഓഫ് ഫ്രിക്ഷൻ and the bottle would continue in its state of motion if the experiment is repeated with a paper having smooth surface. അപ്പോൾ ഒരു സ്മൂത്ത് സർഫേസുള്ള പേപ്പറിൽ നമ്മളിത് വലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അത് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ റഫ് പേപ്പറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഫ്രിക്ഷൻ മൂലം അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ വന്നു. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അതിൻ്റെ ബോട്ടിലിൻ്റെ ബോട്ടം ഭാഗം അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ വന്നു. മുകൾ ഭാഗത്തിന് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഇത് എന്ത് ചെയ്തത്, മുന്നോട്ട് വീണത്. സോ ദിസ് ടെൻഡൻസി ഈസ് കോൾഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. സോ വാട്ട് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ? ഇറ്റ് ഈസ് ദി tendency of a body to remain in its state of motion or inability to change its state of motion by itself. This is called inertia of motion. So inertia of motion ക്കും അതുപോലെ inertia of restനും നമുക്ക് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് നോക്കാം. ഇവിടെ നമ്മൾ ഒരു ഗ്ലാസ്സിന് മുകളിലായിട്ട് കാർഡ്ബോർഡ് വെച്ചു. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഒരു 5 റുപ്പി കോയിൻ വെച്ചു. ഇനി നമ്മൾ കൈകൊണ്ട് ഈ കാർഡ്ബോർഡിനെ തട്ടിത്തെറിപ്പിച്ചാൽ എന്താ കാണുന്നത്? ഇവിടെ കോയിന് നേരെ ഗ്ലാസ്സിനുള്ളിലേക്ക് വീഴുന്നതായിട്ട് കാണാം അല്ലേ. ആ പേപ്പറിൻ്റെ കൂടെ കോയിനും തെറിച്ചു പോകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണത്? ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഓഫ് ദി കോയിൻ. കോയിൻ്റെ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് കൊണ്ടാണ് അത് നേരെ താഴേക്ക് വീഴുന്നത്. ആ കാർഡ്ബോർഡ് പോയാലും ആ കോയിൻ അതിൻ്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ കോയിൻ നേരെ താഴേക്ക് വീണത്. ഇവിടെ നിങ്ങൾ എന്താണ് കണ്ടത്? സം കോയിൻസ് ആർ അറേഞ്ച്ഡ് വൺ ഓൺ ദി ടോപ്പ് ഓഫ് ദി അതർ. And if we strike the bottom coin carefully with a striker, what do you observe? The other coins come in a straight way, right? അത് താഴേക്ക് മറിഞ്ഞു വീണോ മറ്റു കോയിൻസ്? ഇല്ല, അത് നേരെ താഴേക്ക് അതേപടി തന്നെ വന്നു നിൽക്കുന്നതായിട്ട് കണ്ടു അല്ലേ. ദിസ് ഈസ് ഓൾസോ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ഓഫ് ദി കോയിൻ. അതുപോലെ ഇനേർഷ്യ ഓഫ് റെസ്റ്റിനുള്ള മറ്റൊരു എക്സാമ്പിളാണ് when a bus moves forward suddenly from rest, the standing passengers tend to fall backward. നമ്മൾ ഒരു ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലായിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ സ്റ്റാൻഡിങ് പാസഞ്ചേഴ്സ് ബാക്കിലേക്ക് വീഴാൻ പോവും. ദിസ് ഈസ് ഓൾസോ ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അപ്പോൾ ഇനി നിങ്ങൾ കൂടുതൽ എക്സാമ്പിൾസ് കണ്ടെത്തുക ഇനേർഷ്യ ഓഫ് റെസ്റ്റിൽ. അപ്പോൾ ഇതുപോലെ ഇനേർഷ്യ ഓഫ് മോഷനും നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ പാസഞ്ചേഴ്സ് മുന്നിലേക്ക് വീഴാൻ പോകും. ദിസ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. അതെന്തുകൊണ്ടാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ കൊണ്ടാണ് അല്ലേ. ആ പാസഞ്ചേഴ്സ്
സ്റ്റേറ്റ് ഓഫ് മോഷനിലാണുള്ളത്. ബസ് മൂവ് ചെയ്യുമ്പോൾ അതിലുള്ള പാസഞ്ചേഴ്സും സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ പാസഞ്ചേഴ്സിന് സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർ മുന്നിലേക്ക് വീഴാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇനേർഷ്യ ഓഫ് മോഷനും ഇനേർഷ്യ ഓഫ് റെസ്റ്റിലും ഒരുപാട് എക്സാമ്പിൾസ് കണ്ടെത്തിയിട്ട് എഴുതുക. ഇവിടെ 2 ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനേർഷ്യ ഓഫ് റെസ്റ്റ്: when the branches of a mango tree is shaken, mangoes fall just when the branches starts moving. അപ്പോൾ നമ്മൾ ഒരു മാംഗോ ട്രീയുടെ ബ്രാഞ്ചസ് ഷേക്ക് ചെയ്യുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ ബ്രാഞ്ച് ഷേക്ക് ചെയ്യുമ്പോൾ മാംഗോ ഈ ബ്രാഞ്ചുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗം സ്റ്റേറ്റ് ഓഫ് മോഷനിലായിരിക്കും. ഈ മാംഗോയുടെ മറ്റു ഭാഗങ്ങളൊക്കെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അതിൽ നിന്ന് താഴേക്ക് വീഴുന്നത്. അതുപോലെ ഇനേർഷ്യ ഓഫ് മോഷന് മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്: എ റണ്ണിങ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് അബ്രപ്റ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ ഇൻ എ റേസ്. അപ്പോൾ ഈ അത്ലറ്റ്സിന് ഇപ്പോൾ നമ്മളൊക്കെ കൂടുതൽ ദൂരം ഓടി വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അല്ലേ? അതുപോലെ അത്ലറ്റ്സ് ഒരുപാട് ദൂരം ഓടി വന്നിട്ട് ഫിനിഷിംഗ് ലൈനിലെത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല. കുറച്ച് ദൂരം ഓടിയിട്ട് മാത്രമേ, ഫിനിഷിംഗ് ലൈനിൽ എത്തിയിട്ടും കുറച്ച് ദൂരം ഓടിയിട്ട് മാത്രമേ അവർ സ്റ്റോപ്പ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? അവർക്ക് ആ ഇനേർഷ്യ ഓഫ് മോഷൻ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അവർക്ക് ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. സോ they cannot finish himself or stop himself at the finishing point. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എക്സാമ്പിൾസ് ഇനിയും കണ്ടെത്തി എഴുതുക. സോ ഈ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷൻ രണ്ടും കൂടെ നമ്മൾ ജനറലായിട്ട് ഇനേർഷ്യ എന്ന് വിളിക്കും. സോ ഇനേർഷ്യ ഇസ് ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ ബൈ ഇറ്റ് സെൽഫ്. ഇപ്പോൾ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് മാസ് ആൻഡ് ഇനേർഷ്യ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇനേർഷ്യ ആൻഡ് മാസ്? ദ ഇനേർഷ്യ ഓഫ് ആൻ ഒബ്ജെക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മാസ്. വെൻ ദി മാസ് ഇൻക്രീസസ്, ഇനേർഷ്യ ഓൾസോ ഇൻക്രീസസ്. ഒരു ഒബ്ജക്റ്റിൻ്റെ മാസും അതിൻ്റെ ഇനേർഷ്യയും തമ്മിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നുണ്ട്. മാസ് കൂടുന്തോറും ഒബ്ജക്ട്സിൻ്റെ ഇനേർഷ്യയും കൂടുന്നു. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഡേഞ്ചറസ് ഫോർ എ ലോഡഡ് വെഹിക്കിൾസ് ടു നെഗോഷിയേറ്റ് കർവ്സ് ഇൻ ദ റോഡ് വിത്തൗട്ട് റെഡ്യൂസിങ് ദ സ്പീഡ്. ഇപ്പോൾ ഒരു ഹെവി വെഹിക്കിൾസിന്, ലോഡ് കയറ്റി വരുന്ന ഒരു വെഹിക്കിളിന് പെട്ടെന്ന് കർവ് തിരിയാനൊക്കെ ബുദ്ധിമുട്ടാവും റോഡിൽ ഹൈ സ്പീഡിലാവുമ്പോൾ. അതിൻ്റെ സ്പീഡ് കുറച്ചിട്ട് സാവധാനമാണത് റോഡിൽ നിന്ന് വളവൊക്കെ തിരിഞ്ഞു പോവുകയുള്ളൂ അല്ലേ? അതെന്തുകൊണ്ടാണ്? മാസ് കൂടുമ്പോൾ ഒബ്ജക്ട്സിന് ഇനേർഷ്യ കൂടുതലായിരിക്കും. അതിൻ്റെ ആ സ്റ്റേറ്റ് ഓഫ് മോഷനിൽ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്കെ. അതുപോലെ ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ടു റോൾ എ ഫിൽഡ് ഡ്രം ഓഫ് ടാർ ദാൻ ആൻ എംപ്റ്റി വൺ. ഒരു ടാർ ഫില്ല് ചെയ്തിരിക്കുന്ന ഡ്രം റോൾ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാകും. എംപ്റ്റി ഡ്രമ്മിനേക്കാളും ബുദ്ധിമുട്ടാകും. എന്തുകൊണ്ടാണ്? അതിൻ്റെ ഇനേർഷ്യ കൂടുതലുള്ളത് കൊണ്ടാണ്. സോ when mass increases, inertia also increases. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഇനേർഷ്യയെക്കുറിച്ചായിരുന്നു. ദ ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ, ഓർ ദ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജെക്റ്റ് ടു റിമൈൻ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ ഈസ് കോൾഡ് ഇനേർഷ്യ. ആൻഡ് ഇനേർഷ്യ ഈസ് ഓഫ് 2 types: ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആൻഡ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇതിന് രണ്ടിനും നമ്മൾ ഒരുപാട് എക്സാമ്പിൾസും കണ്ടു. അതുപോലെ റിലേഷൻ ബിറ്റ്വീൻ മാസ് ആൻഡ് ഇനേർഷ്യ. ഓക്കെ.